ഇപ്പോൾ സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത് ഈസി ലാബ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഏത് ടൈപ്പ് കമ്പ്യൂട്ടറാണ് വേണ്ടത് എന്നുള്ളത്. അതായത് എത്ര കോൺഫിഗറേഷൻ വേണം, എങ്ങനത്തെ കമ്പ്യൂട്ടറാണ് വാങ്ങേണ്ടതെന്നൊക്കെ. സത്യത്തിൽ ഈസി ലാബ് വിൻഡോസ് കമ്പ്യൂട്ടറിൽ മാത്രമേ ഇൻസ്റ്റാൾ ആവുള്ളൂ. വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത്, അതായത് ഇപ്പോൾ വരുന്ന ലിനക്സ്, യുനിക്സ് പോലത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊന്നും ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. വിൻഡോസിൽ തന്നെ പഴയ XP മുതൽ വിൻഡോസ് 7, വിൻഡോസ് 10, വിൻഡോസ് 11 എല്ലാത്തിലും ഇത് വർക്കാവും. പക്ഷേ XP എന്ന് പറഞ്ഞാൽ പഴയ സിസ്റ്റം ആയതുകൊണ്ട് വർക്ക് ചെയ്യുമെങ്കിൽ കൂടി പല ഓപ്ഷൻസും നമുക്ക് കിട്ടാതാവും. വാട്സപ്പിലേക്ക് അയക്കുക, മെയിൽ അയക്കുമ്പോഴൊക്കെ ഡിലേ വരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ XP മാക്സിമം യൂസ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ വിൻഡോസ് 7 ഒരുപാട് പേര് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതിലുള്ള ഒരു ചെറിയൊരൊറ്റ പ്രോബ്ലം ഉള്ളൂ. അതെന്താ വെച്ചാൽ വാട്സപ്പ് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ വാട്സപ്പിലേക്ക് ചെയ്യണമെങ്കിൽ വാട്സപ്പ് വെബ് വഴി എടുത്തിട്ട് ചെയ്യേണ്ടി വരും. അതുമാത്രമേ വിൻഡോസ് 7 ഇതുള്ളൂ. പിന്നെ വിൻഡോസ് 10ഉം 11ഉം എല്ലാം ഈസി ആയിട്ട് സോഫ്റ്റ്വെയർ സിമ്പിളായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ ഈ കമ്പ്യൂട്ടറിന് വേണ്ട കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 2 GB റാം ഉണ്ടായാൽ മതി. ഹാർഡ് ഡിസ്ക് ഒരു 100 GB. നമ്മുടെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യാൻ ഏകദേശം ഒരു 50 വേണ്ട, ഒരു 1 GB സ്പേസ് മാത്രമേ വേണ്ടുള്ളൂ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യാൻ. പക്ഷേ സാധാരണ ഒരു ഹാർഡ് ഡിസ്കിൽ 500 GB ഒക്കെ സ്പേസ് ഉണ്ടാവും വിൻഡോസ് പുതിയ കമ്പ്യൂട്ടർ വാങ്ങുമ്പോൾ. പിന്നെ കമ്പ്യൂട്ടർ വാങ്ങുന്ന സമയത്ത് പുതിയ കമ്പ്യൂട്ടർ കിട്ടുമ്പോൾ മിക്കവാറും ഒരു 3 GB അല്ലെങ്കിൽ 4 GB മേലെ മെമ്മറി ഉണ്ടാവും, റാം ഉണ്ടാവും. അപ്പോൾ പുതിയത് വാങ്ങുമ്പോൾ അങ്ങനത്തതൊന്നും വാങ്ങുക. പിന്നെ SSD ആക്കി കഴിഞ്ഞാൽ സാധാരണ കമ്പ്യൂട്ടറിനേക്കാളും ഡബിൾ സ്പീഡ് കിട്ടും. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ സ്പീഡ് വലിയ വ്യത്യാസം വരില്ല, മാക്സിമം സ്പീഡിൽ തന്നെ അപ്പോഴും വർക്കാവുക. പക്ഷേ വിൻഡോസിലെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പീഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മോണിറ്റർ വാങ്ങുന്ന സമയത്ത് കുറച്ച് വലിയ വീതിയുള്ള മോണിറ്റർ തിരഞ്ഞെടുത്ത് വാങ്ങാം. അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമ്മൾ ടെക്നീഷ്യൻസിന് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യാനും ക്ലിയർ ആയിട്ട് വാല്യൂസൊക്കെ കാണാനും പറ്റും. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി സിമ്പിളായിരിക്കും. ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ കോൺഫിഗറേഷൻ വേണ്ടത്. പിന്നെ നമ്മൾ കമ്പ്യൂട്ടർ വെക്കുമ്പോൾ UPS നിർബന്ധമായിട്ട് വെക്കാൻ നോക്കണം. UPS വെച്ചിട്ടില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഷട്ട് ഡൗൺ ആകുമ്പോൾ ചിലപ്പോൾ സോഫ്റ്റ്വെയർ സ്റ്റക്കാവും. അപ്പോൾ സോഫ്റ്റ്വെയർ ഇടയ്ക്ക് റിപ്പയർ ചെയ്യേണ്ടി വരും. അതുപോലെ ഹാർഡ് ഡിസ്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് കേടായി കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്ക് കേടായിട്ട് കമ്പ്യൂട്ടർ തന്നെ കേടായി പോകും. അപ്പോൾ ചിലപ്പോൾ ഡാറ്റ ലോസ് ആവാനും ഒക്കെ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് സിസ്റ്റത്തിൽ സോഫ്റ്റ്വെയറിനകത്തൊരു ഓട്ടോമാറ്റിക് ബാക്കപ്പ് ഉണ്ട്. ആ ബാക്കപ്പിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് ഹാർഡ് ഡിസ്കിലേക്ക് ബാക്കപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു പുതിയ USB മെമ്മറി ഉണ്ടല്ലോ, എന്താ പറയുക, SD മെമ്മറി, USB സ്റ്റിക്ക്, അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ബാക്കപ്പ് നടക്കും. അപ്പോൾ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ കമ്പ്യൂട്ടർ മൊത്തത്തിൽ സ്റ്റക്കായി പോയാലും ബാക്കപ്പ് നമ്മുടെ സോഫ്റ്റ്വെയറിലെ കസ്റ്റമേഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ബാക്കപ്പിൽ ഉണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾക്ക് വേറൊരു കമ്പ്യൂട്ടറിലിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അതല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കൊക്കെ മാറ്റിയിട്ട് വിൻഡോസൊക്കെ ഫോർമാറ്റ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ വീണ്ടും ആ ഡാറ്റ നമുക്ക് കോപ്പി ചെയ്ത് ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ സോഫ്റ്റ്വെയർ വീണ്ടും വർക്കിംഗ് കണ്ടീഷനിലേക്ക് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ വലിയ ലോസ് വരാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. SSD വെക്കുകയാണെങ്കിൽ SSD നല്ല ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പോവാൻ ചാൻസ് ഉണ്ട്, കേടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഫുൾ ഡാറ്റ പോകുന്നതിന് പകരം SSD വാങ്ങുന്നവരൊക്കെ ഒരു USBയും കൂടി വാങ്ങാം. പിന്നെ നമ്മളതിൽ വരുന്നൊരു പ്രത്യേക ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യണതാണ് ഒരു കേബിൾ ഇൻ്റർനെറ്റൊക്കെ ഇടുന്നു. സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ മൊബൈൽ റേഞ്ചുള്ള സ്ഥലത്താണെങ്കിൽ നിങ്ങളൊരു USB വൈഫൈ ഇത് കിട്ടും, അഡാപ്റ്റർ കിട്ടും. അത് കമ്പ്യൂട്ടറിൻ്റെ ആൾക്കാരോട് തരാൻ പറഞ്ഞാൽ ഒരു 700 രൂപയുടെ 1000 രൂപയുടെ ഉള്ളിലാണ് അത് വരിക. അത് കണക്ട് ചെയ്ത് മൊബൈലിൽ നിന്ന് തന്നെ വയർലെസ് എടുക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് മാസം മിനിമം ഒരു 400 രൂപയെങ്കിലും സേവ് ചെയ്യാനും പറ്റും. വളരെ ഈസി ആയിട്ട് ചെയ്യാം. നിങ്ങളെ മൊബൈൽ സാധാരണ റീചാർജ് ചെയ്യണ പോലെ റീചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇതാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ വേണ്ടത് പ്രിൻ്ററാണ്. പ്രിൻ്റർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ടൈപ്പ് പ്രിൻ്ററും നമുക്ക് യൂസ് ചെയ്യാം. ലേസർ പ്രിൻ്റർ, A4 സൈസിൽ പ്രിൻ്റ് ചെയ്യാവുന്ന ഏത് പ്രിൻ്ററാണെങ്കിലും, ഇങ്ക് ടാങ്ക്, ലേസർ ഏതും യൂസ് ചെയ്യാം. അതിൽ റിസൾട്ട് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. കളർ പ്രിൻ്റർ ആണെങ്കിൽ കളറിലും റിസൾട്ട് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. ലെറ്റർ ഹെഡൊക്കെ വെച്ചിട്ട് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ലേസർ പ്രിൻ്റർ വെക്കുന്ന സമയത്ത് നമ്മൾ UPSൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ UPS റീസ്റ്റാർട്ട് ആവാനൊക്കെ പ്രോബ്ലം വരും. അതുപോലെ ഇങ്ക് ടാങ്ക് പ്രിൻ്റർ ആണെങ്കിൽ UPSൽ നിന്നും വർക്ക് ചെയ്യുന്നതുകൊണ്ട് കറണ്ട് ഇല്ലാത്ത സമയത്തും കുറച്ച് പ്രിൻ്റൊക്കെ നമുക്ക് എടുത്ത് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അതാണ് പ്രിൻ്ററിനെ സംബന്ധിച്ച് നോക്കാനുള്ളത്. പിന്നെ ഈ പ്രിൻ്ററിൽ തന്നെ 2 ബില്ലും, അതായത് ബില്ലും റിസൾട്ടും ഒരേ പ്രിൻ്ററിൽ തന്നെ പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒറ്റ പ്രിൻ്റർ കൊണ്ട് കാര്യങ്ങൾ നടക്കും. A4ൻ്റെ പകുതി പേപ്പർ വെച്ച് കഴിഞ്ഞാൽ അതിൽ നടക്കും. ഇനി തെർമൽ പ്രിൻ്റർ വെക്കുന്നുണ്ടെങ്കിൽ അതും സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്യും.
അതുപോലെ ബാർകോഡ് പ്രിന്റിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പ്രിന്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഒരു മോഡ്യൂൾ ആഡ് ചെയ്യണം. അതും കൂടി ആഡ് ചെയ്യാൻ ചെറിയ അഡീഷണൽ ചാർജ് ഉണ്ട്, 3000 രൂപ. അതും കൂടി പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പിൾ ബാർകോഡിങ്ങും കൂടി അതിനകത്ത് ആഡ് ആക്കാൻ പറ്റും. ഇത്രയാണ് സിസ്റ്റവുമായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, താങ്ക് യു.